നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉടൻ വയനാടിൻ്റെ ദുരിതാശ്വാസ പദ്ധതിക്ക് വേണ്ടി അനുവദിക്കേണ്ട തുക കേന്ദ്രം മുട്ടാതർക്കം പറഞ്ഞ് പൂഴ്ത്തിവെക്കുമ്പോൾ അത് പിടിച്ചു വാങ്ങേണ്ടത് നിയുക്ത വയനാട് എംപിയുടെ കടമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ കൈയഴിഞ്ഞ വിഷയമായിരുന്നു ഇത്. സംസ്ഥാന സർക്കാരിന് വയനാട് സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമേ അല്ല എന്ന മട്ടിലാണ് പലപ്പോഴായുള്ള പെരുമാറ്റം. അത് കൃത്യമായി പ്രിയങ്ക വയനാടുകാരെ ബോധിപ്പിച്ചിട്ടുമുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കേന്ദ്രവുമായി ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ പിന്നെ കേന്ദ്രത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടാൻ കഴിയുമോ എന്നാണ് പ്രിയങ്ക വയനാട്ടിൽ ചോദിച്ചത്. അതിനുശേഷം ലോക്സഭയിലേക്ക് എത്തി അവർ ആദ്യ ദിവസം തന്നെ അതാത് വകുപ്പ് മന്ത്രിമാരെ കണ്ട് ആവശ്യമുള്ള തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച നടത്തിയതാണ്. ഉടനടി കേന്ദ്രം വയനാടിൻ്റെ പ്രത്യേക പാക്കേജായി 1000 കോടി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രിയങ്ക പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം, എന്ന് അനുവദിക്കും, അതിന് വർഷങ്ങളോളമുള്ള കാത്തിരിപ്പ് അനുവദനീയമല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. വയനാട്ടിൽ നരേന്ദ്രമോദി സന്ദർശിച്ച് 2 സ്റ്റിൽ ഫോട്ടോയും എടുത്ത് അത് സംഘപരിവാറിനെ അനുകൂലിക്കുന്ന സംഘടനകളുടെ സൈബർ ഇടങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്ത്, എന്തൊരു കരുതൽ, ഇങ്ങനെയൊരു പ്രധാനമന്ത്രിയുണ്ടോ, കുട്ടികൾ ചിരിക്കുന്നു, ഇതൊക്കെ കാണിച്ച് ആളുകളെ മുഴുവൻ പമ്പര വിഡ്ഢികളാക്കി. ഇപ്പോഴും വേൾഡ് ടൂർ നടത്തുന്ന പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രിയങ്ക പറഞ്ഞത് ഇത്രമാത്രമാണ്: ഈ രാജ്യത്തിനെക്കുറിച്ചോ രാജ്യത്തെ പട്ടിണിക്കാരെക്കുറിച്ചോ അദ്ദേഹത്തിന് ചിന്തിക്കാൻ സമയമില്ല. അദ്ദേഹത്തിന് വൻകിട കോർപ്പറേറ്റുകളുടെ പ്രധാന സേവകനാകാനാണ് ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് ഈ കസേരയിൽ ഇപ്പോഴും ഞെളിഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി വോട്ടിംഗ് അട്ടിമറിയും അതുപോലുള്ള പല പ്രവർത്തനവും നടത്തി ഇലക്ഷൻ കമ്മീഷനെ വരെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമായി നിൽക്കവേ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന പ്രിയങ്കയുടെ ശൈലി വാസ്തവത്തിൽ BJP ഭയത്തോടുകൂടി തന്നെയാണ് കണക്കാക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഒരു റീബർത്ത് എന്ന് വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ചടുലമായ ആ വാക്കുകളെ വ്യക്തമായി പറയാൻ കഴിയും. നരേന്ദ്രമോദി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും ഒരേ സമയം നേരിടേണ്ടി വരും എന്നത്. ഇതൊരു പത്മവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ BJP നേതൃത്വം മുഴുവനായി ഇരിക്കുന്നത്. അതിൽ നിന്നും ഇറങ്ങുക സാധ്യമല്ല. പത്മവ്യൂഹം തീർത്തത് വാസ്തവത്തിൽ കർണൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കൗരവ സഭയാണെങ്കിൽ അതിനെ ഭേദിക്കാനുള്ള ശക്തിയൊന്നും ഇപ്പോൾ നിലവിൽ BJPക്കില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. വയനാടിൻ്റെ പുനരധിവാസം നടപ്പിലാക്കാൻ BJPക്ക് താല്പര്യമില്ലെങ്കിൽ, ധനകാര്യമന്ത്രി ഒരു രീതിയിലും പ്രളയാശ്വാസത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുന്ന കാര്യം വ്യക്തമാകുന്നില്ലെങ്കിൽ, അവരെ പറപ്പിക്കാൻ, അവർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കാൻ ഞാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പ്രിയങ്ക കോൺഗ്രസ് നേതൃത്വത്തോടും പ്രതിപക്ഷ MP മാരോടും ഒരുമിച്ചായി പറഞ്ഞിരിക്കുന്നത്.